മാധർമ്മേ മസുകൈടഭഗ്നി മഹിഷപ്രാണാപഹാരോദ്യമേ കേലാമർവിതധൂമലോചനവതേ ചണ്ഡമുണ്ടാർദിനീ നിശ്ശേഷീകൃതരക്തബീജധനുജേ നിത്യേ നിശുംഭാവഹേ ശുംഭധ്വംസിനി സംഹര സുദുരിതം ദുർഗേ നമസ്തേംബികേ. ദേവി മാഹാത്മ്യം തുടരുകയാണ്. ഈ ശുംഭന്മാര് എന്നുള്ളതായിട്ടുള്ള അസുരന്മാര് ദേവന്മാരെ എല്ലാവരെയും എല്ലാ ദേവന്മാരെയും ദേവേന്ദ്രൻ തുടങ്ങിയിട്ടുള്ളതായിട്ടുള്ള സർവ്വദേവന്മാരെയും അവരവരുടെ അധികാരങ്ങളൊക്കെ പിടിച്ച് സ്വന്തമാക്കി പിടിച്ച് അവരൊക്കെ ഈ അസുരന്മാരെ പേടിച്ച് സ്വർഗം ഒക്കെ ഉപേക്ഷിച്ച് ഭൂമിയിൽ മനുഷ്യരായിട്ട് വേഷം ധരിച്ച് നടന്നിറങ്ങി എന്നാണ് പറയണത്. അതാണ് ഇവിടെ പറയണത്. അതായത് ഈ ദേവന്മാരെയൊക്കെ നിരാകരിച്ചു, അവരെയൊക്കെ പുറത്താക്കി എന്ന് പറഞ്ഞു. ഇനി കഴിഞ്ഞ ശേഷം പറയൂ, തേഷു തേഷ്വധിഷ്ണേഷു ലോകേഷു ച മഹീപതേ സ്വാനേവ പ്രതിതൻ ദൈത്യാം തത്ര തത്ര ന്യയോജയത്. ഈ നിസുംഭന്മാര് ആ അസുരന്മാര് തേഷു അധ ധിഷ്ണ്യേഷു, അതാത് ധിഷ്ണ്യങ്ങളിൽ വെച്ചാൽ ഓരോരോ വാസസ്ഥാനങ്ങളിൽ വെച്ചാൽ ഇവിടെ ദേവന്മാരുടെ സ്ഥലങ്ങളാണ് പറയണത്. ദേവേന്ദ്രൻ്റെ സ്വർഗം, അതുമാതിരി വരുണൻ്റെ ലോകം, വരുണലോകം ഒക്കെ ഓരോരുത്തർക്കുമുള്ളതായിട്ടുള്ള വാസസ്ഥാനങ്ങളൊക്കെ പ്രത്യേകിച്ചുള്ളതായിട്ടുള്ള ദേവന്മാരുടേതായിട്ടുള്ള സ്ഥാനങ്ങൾ അവിടെ എല്ലാ ലോകങ്ങളിലും അവയുടെ ഭരണത്തിനായിട്ട് തേഷു ച ധിഷ്ണ്യേഷു, അതാത് വാസസ്ഥാനങ്ങളിൽ ദേവന്മാരുടെ വാസസ്ഥാനങ്ങളിൽ ലോകേഷു അവരവരുടെയൊക്കെ ലോകങ്ങളിലും ഓരോരുത്തരുടെ ലോകത്തിലും മഹീപതേ അല്ലയോ രാജാവേ സ്വാനേവ പ്രതിതാൻ ദൈത്യാൻ തൻ്റേതായിട്ട് പ്രശസ്തരായിട്ടുള്ള ദൈത്യന്മാരെ, അതായത് ഈ ശുംഭന്മാരുടെ അനുയായികളായിട്ടുള്ള ദൈത്യന്മാര് സ്വാൻ തൻ്റേതായിട്ടുള്ള, അതായത് അദ്ദേഹത്തിന് ഇവരുടെ ഈ അസുരന്മാരുടെ അനുയായികളായിട്ടുള്ള ദൈത്യന്മാരെ പ്രതിതാൻ പ്രശസ്തരായിട്ടുള്ള ദൈത്യന്മാരെ, ദൈത്യന്മാരിലെ നേതാക്കളെ പലരും ഉണ്ടാവുമല്ലോ, അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആളുകളെ മഹീപതേ സ്വാനേവ പ്രതിതാൻ ദൈത്യാൻ പ്രതിതരായിട്ടുള്ള പ്രശസ്തരായിട്ടുള്ള ദൈത്യന്മാരെ തത്ര ന്യയോജയത്, അതാത് ലോകങ്ങളിലൊക്കെ ഭരിക്കാനായിട്ട് നിയോഗിച്ചു. അതായത് എല്ലാ ദിക്കിലും എത്താൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് വേറെ ദൈത്യന്മാരെ, ഓരോരോ ദൈത്യന്മാരുടെ തന്നെ അനുയായികളായിട്ടുള്ള ദൈത്യന്മാരെ ഓരോരോ ലോകത്തേക്കും പറഞ്ഞയച്ചു എന്നാണ്. അതായത് അവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് ദേവേന്ദ്രൻ പോയി കഴിഞ്ഞാൽ ദേവേന്ദ്രൻ്റെ കാര്യങ്ങളൊക്കെ നടത്തണം, യമൻ പോയി കഴിഞ്ഞാൽ യമൻ്റെ കാര്യങ്ങളൊക്കെ നടത്തണം. ഇങ്ങനെ ആ ദേവന്മാരുടെ അധികാരങ്ങളൊക്കെ സ്വയം നടത്താനായിട്ട് തൻ്റെ അധീനതയിലുള്ളതായിട്ടുള്ള ദൈത്യന്മാരെ നിയോഗിച്ചു. നിയോഗിച്ചു. അവരെ തത്ത ഓരോരോ സ്ഥലത്തും തൻ്റേതായിട്ടുള്ള ആളുകളെ ദൈത്യന്മാരെ നിയോഗിച്ചു എന്നാണ്. തതോ ദേവാ സഹേന്ദ്രേണ ബിഭ്രാണ മാനുഷീം തനും വിചേരുരവനീം രാജൻ കൃശാധമനി സന്തതാ. തതഃ അപ്പോൾ ദേവാഹ സഹ ഇന്ദ്രേണ സഹ ദേവാഹ, ദേവേന്ദ്രനോട് കൂടിയുള്ളതായിട്ട് ദേവന്മാരൊക്കെ, അതായത് എല്ലാ ദേവന്മാരും അതാത് സ്ഥാനങ്ങളിൽ നിന്ന് പുറന്തള്ളപ്പെട്ടതായ ആ ദേവന്മാരൊക്കെ ഇന്ദ്രേണ സഹ, ഇന്ദ്രനോട് കൂടി തന്നെ എല്ലാ ദേവന്മാരും ബിഭ്രാണാഹ മാനുഷീം തനും, ബിഭ്രാണാഹ പദം മുറിക്കുമ്പോൾ മാനുഷീം തനും ബിഭ്രാണാഹ, മനുഷ്യ ശരീരം സ്വീകരിച്ചുകൊണ്ട്, തനു ശരീരം മനുഷ്യരുടെ ശരീരം സ്വീകരിച്ചുകൊണ്ട്, ദേവന്മാരൊക്കെ അങ്ങനെയല്ലല്ലോ സ്വതേ, പക്ഷേ ഇപ്പൊ അവരൊക്കെ മനുഷ്യ ശരീരം സ്വീകരിച്ചു എന്നാണ്. മാനുഷീം തനും ബിഭ്രാണാഹ, മനുഷ്യ ശരീരങ്ങളെ സ്വീകരിച്ചുകൊണ്ട് വിചേരുഹു അവനീം വിചേരുഹു, അവനിയിൽ സഞ്ചരിച്ചു തുടങ്ങി. വിചേരുഹു വി എന്നുള്ള ഉപസർഗത്തോടു കൂടി ചചാര ചേരതു ചരിച്ചു സഞ്ചരിച്ചു, അവനിയിൽ സഞ്ചരിച്ചു, ഭൂമിയിൽ സഞ്ചരിച്ചു, അവനീച്ച ഭൂമിയിൽ സഞ്ചരിച്ചു രാജൻ എന്ന് വീണ്ടും സംബോധന തന്നെ. കൃശാ ധമനി സന്തതാഹ, എങ്ങനെയായിരുന്നു അവരൊക്കെ കൃശന്മാരായി തീർന്നു. അതായത് ദേവന്മാർക്ക് അവരുടേതായിട്ടുള്ള ഭാഗങ്ങൾ, യജ്ഞഭാഗങ്ങളൊന്നും കിട്ടാണ്ടായപ്പോൾ കാശ്യം വന്നു എന്നാണ്. എല്ലാവരും ചടച്ചു വശായി. അങ്ങനെ ചടച്ച് ധമനി ദേഹത്ത് മുഴുവൻ ധമനികൾ പൊങ്ങിത്തുടങ്ങി. ധമനികൾ വെച്ചാൽ ഈ ഞരമ്പുകൾ,
ഞരമ്പുകളൊക്കെ ദേഹത്ത് പൊങ്ങി കാണാൻ തുടങ്ങി എന്നുള്ളതാണ്. എന്തുകൊണ്ടാണത്? ശോഷിച്ചതുകൊണ്ട് ഞരമ്പൊക്കെ പുറത്തേക്ക് വന്നു. അത് ദേഹം ശോഷിച്ചിട്ട് ഞരമ്പുകളൊക്കെ പുറത്തേക്ക് വന്നുകൊണ്ട് അവരങ്ങനെ ഭൂമിയിൽ സഞ്ചരിച്ചു, യാതൊരു വഴിയില്ലാത്തത് കൊണ്ട് എന്നുള്ളതാണ്. ഏവം ദുവഹതം തത്ര ദേവാനാം അമിതദ്യുതേ ഗതമാസീൻ മഹാരാജ ചതുര്യുഗം. ഏവം തു വസതാം തത്ര അവിടെ, അതായത് ഭൂമിയിൽ, ഏവം വസതാം അവർ ദേവാനാം ആ ദേവന്മാർ ഇപ്രകാരം വസിച്ചുകൊണ്ടിരിക്കെ, അതായത് ഭൂമിയിൽ വന്ന് എല്ലാവരും മനുഷ്യരായിട്ട് ഭൂമിയിൽ വന്ന് ജീവിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്രകാരം ഭൂമിയിൽ എല്ലാവരും വസിക്കുന്നതായിട്ടുള്ള കാലത്ത് തത്ര വസതാം ദേവാനാം അവർ വസിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ അമിതദ്യുതേ എന്ന് രാജാവിൻ്റെ സംബോധനയാണ്. അമിതമായ ദ്യുതിയോടുകൂടിയ ശോഭയോടുകൂടിയ അല്ലയോ രാജാവേ, മഹാരാജാവേ. ഗതമാസീത് ചതുര്യുഗം ഗതം ആസീത്. ചത്വാരിംശത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 40 ചതുര്യുഗങ്ങൾ കഴിഞ്ഞു എന്നാണ്. ഒരു യുഗമല്ല, ചതുര്യുഗം, 4 യുഗങ്ങളും കൂടിയതാണ് ചതുര്യുഗം എന്ന് പറയുന്നത്. അങ്ങനെയുള്ളതായിട്ടുള്ള 40 ചതുര്യുഗം കഴിഞ്ഞു എന്നാണ്. 40 ചതുര്യുഗ കാലത്ത് ദേവേന്ദ്രനും ഈ ദേവന്മാരും ഒക്കെ സ്വർഗത്തിൽ നിന്നും അവരവരുടെ വാസസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ പുറന്തള്ളപ്പെട്ട് ഭൂമിയിൽ സഞ്ചരിച്ചു എന്നാണ്. ചതുര്യുഗം 40 ചതുര്യുഗങ്ങൾ അവർ ഈ ഭൂമിയിൽ ഇപ്രകാരം വസിച്ചുകൊണ്ടിരുന്നു എന്നാണ്. ഇനി തതോ ദേവാസഹേന്ദ്രേണ ബ്രഹ്മണാച സമേത്യ വൈ ദുർഗാം ഭഗവതീം തത്ര സംസ്മരന്ത്യപരാജിതം. ഇനി അപ്പോ ഇത് കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ഓർമ്മ വന്നത്, മുമ്പ് ഇങ്ങനെ ദേവി വരം തന്നിട്ടുണ്ടായിരുന്നല്ലോ എന്നുള്ളതാണ്. തതഃ ദേവാഹ, അനന്തരം ദേവന്മാർ സഹ ഇന്ദ്രേണ, ഇന്ദ്രനോടുകൂടി, ദേവേന്ദ്രനോടുകൂടി, ദേവേന്ദ്രൻ മാത്രമല്ല ബ്രഹ്മണാച, ബ്രഹ്മാവും ഉണ്ടായിരുന്നു ഒപ്പം എന്നാണ്. ദേവേന്ദ്രനും ബ്രഹ്മാവിനും ഒക്കെ കൂടിയിട്ട്, ബ്രഹ്മാവും ദേവേന്ദ്രനും ഒക്കെ കൂടി എല്ലാ ദേവന്മാരും കൂടി സമേത്യ വൈ ദുർഗാം ഭഗവതീം സമേത്യ, ദുർഗാദേവിയെ സമീപിച്ചിട്ട്, ദുർഗാദേവിയെ തന്നെ ശരണം പ്രാപിക്കാനായിട്ട് ചെന്നു എന്നാണ്. ദുർഗാദേവിയെ തന്നെ പ്രാപിച്ചിട്ട് തത്ര സസ്മരന്തി അപരാജിതാം, ഒരിക്കലും പരാജയം സംഭവിച്ചിട്ടില്ലാത്തതായ ആ ദുർഗാദേവി, അപരാജിതാം ദുർഗയുടെ വിശേഷണമാണ്. അപരാജിതയായിട്ടുള്ള, ഒരിക്കലും പരാജയം സംഭവിച്ചിട്ടില്ലാത്തതായ ആ ദുർഗാദേവിയെ തത്ര സംസ്മരന്ത്യ, സ്മരിക്കുന്നവരായിട്ട് അവർ അവിടെ ചെന്നു എന്നുള്ളതാണ്. ദുർഗാദേവിയുടെ സമീപത്ത് ചെന്നു എല്ലാവരും കൂടിയിട്ട് എന്നാണ്. തയാ അസ്മാകം വരോ ദത്തോ യഥാവത് സംസ്മൃതാഖില ഭവതം നാശയിഷ്യാമി തക്ഷണാത് പരമാപദഃ. തയാ അസ്മാകം വരഃ ദത്തഃ, തയാ ആ ദേവിയാൽ അസ്മാകം നമുക്ക് വരം ദത്തഃ, വരം നൽകിയപ്പെട്ടിട്ടുണ്ട്. വരം ദത്തോ എന്നുള്ള പദം മുറിക്കുമ്പോൾ ദത്തഃ ആവും. വരോ ദത്തഃ, വരം നൽകപ്പെട്ടിട്ടുണ്ട്. ആ ദേവി നമുക്ക് മുമ്പ് വരം തന്നിട്ടുണ്ട്. എന്താണ്? യഥാവത് സംസ്കൃത അഖില സംസ്കൃത, യഥാവത് സംസ്കൃത, വേണ്ട വിധത്തിൽ സ്മരിക്കുമ്പോൾ, നമ്മൾ സ്മരിക്കുമ്പോഴൊക്കെ യഥാവത് വേണ്ട വിധത്തിൽ സ്മരിച്ചാൽ അഖിലാഹ പരമാപദഃ നാശയിഷ്യാമി ഭവതാം അഖിലാപദഃ, നിങ്ങളുടേതായ എല്ലാ ആപത്തുകളും, പരമാപദഃ പരമായിട്ടുള്ള എല്ലാ വലിയതായിട്ടുള്ള ആപത്തുകളൊക്കെ തക്ഷണം തന്നെ നശിപ്പിക്കാം. നാശയിഷ്യാമി, ഞാൻ നശിപ്പിക്കുന്നുണ്ട് എന്ന് മുമ്പ് വരം തന്നിട്ടുണ്ട്. വേണ്ട വിധത്തിൽ സ്മരിച്ചു കഴിഞ്ഞാൽ എപ്പോൾ സ്മരിച്ചാലും ആ വേണ്ടതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇല്ലാതെയാക്കിക്കോളാം എന്ന് ദേവി പറഞ്ഞിട്ടുണ്ട്. വരം എന്താ വേണ്ടത് വെച്ചാൽ ചോദിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ ഇപ്പം ഞങ്ങൾക്കൊന്നും വേണ്ട, പിന്നെ ഇതേ വേണ്ടൂ, എപ്പോഴും ഞങ്ങൾ സ്മരിക്കുമ്പോൾ ഒക്കെ ഞങ്ങളെ സഹായിക്കാനായിട്ട് എത്തണം എന്നുള്ള വരാണ് വേണ്ടത് എന്ന് പറഞ്ഞിരുന്നു. ഒന്ന് ആ വരം നൽകുകയും ചെയ്തു, എന്നിട്ടാണ് അന്തർഭവിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ. അപ്പം അങ്ങനെ ഇങ്ങനെ വരം മുമ്പ് നൽകിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അവർ ഓർമ്മിച്ച് ദേവിയെ സ്മരിച്ചുകൊണ്ട് അവിടെ ദേവിയുടെ സമീപത്ത് ചെന്നു എന്നാണ് പറഞ്ഞത്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ
ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ.